ഹലോ ഫ്രണ്ട്സ്, ഐ കഫയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ റീമാസ്റ്ററുകളുടെയൊക്കെ കാലഘട്ടമാണ്. ഇപ്പോൾ പഴയ സിനിമകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, റീമാസ്റ്റർ ചെയ്തിട്ട് വീണ്ടും തിയേറ്റർ റിലീസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ പഴയതിനേക്കാളും ഇന്നത്തെ സാങ്കേതികവിദ്യക്ക് അനുസരിച്ചുള്ള ക്ലാരിറ്റിയൊക്കെ കൂട്ടിയിട്ട് 4K ആയും 8K ആയും ഒക്കെ അപ്സ്കെയിലിംഗ് ഒക്കെ ചെയ്തിട്ടാണ് ഇപ്പോൾ സിനിമകളൊക്കെ വരുന്നത്. എങ്ങനെയാണ് ഇത് സാധിക്കുന്നത്? ഇപ്പോൾ അന്നെടുത്ത ക്യാമറ, അന്നെടുത്ത വീഡിയോ, പഴയ ക്ലാരിറ്റി ഇല്ലാത്ത വീഡിയോ, ഇത് എങ്ങനെയാണ് അപ്സ്കെയിൽ ചെയ്തിട്ട് ഇത്രയും ക്ലാരിറ്റി ഉള്ളൊരു ഫയലായി മാറുന്നത്? അപ്പോൾ നമുക്ക് ഒരു പഴയ വീഡിയോ നമുക്ക് ജസ്റ്റ് ഒന്ന് എഡിറ്റ് ചെയ്ത് നോക്കാം. ഇത് പോസിബിൾ ആണോ, അല്ലെങ്കിൽ നമ്മുടെ അടുത്തുള്ള കമ്പ്യൂട്ടേഴ്സും നമ്മുടെ ഫെസിലിറ്റീസും ഒക്കെ വെച്ചിട്ട് ഇത് പോസിബിൾ ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ഒരു സോഫ്റ്റ്വെയർ ആണ്. ടോപ്പാസ് വീഡിയോ AI എന്ന് പറയുന്ന ഈ ഒരു സോഫ്റ്റ്വെയർ ആണ്. ഇതിൻ്റെ പുതിയ വേർഷൻസൊക്കെ അവൈലബിൾ ആണ്. ഈ വേർഷൻ ഞാൻ ഇതിൻ്റെ ലിങ്ക് താഴെ ഷെയർ ചെയ്യാൻ, നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം. ജസ്റ്റ് നമുക്ക് വേണ്ട ഫയൽ ഇതിലേക്ക് ആഡ് ചെയ്യാണ്. നമുക്ക് വേണ്ട ഫയൽ ഏതാണെന്ന് നോക്കുന്നു, ജസ്റ്റ് എന്ത് ചെയ്യുന്നു, ഓപ്പൺ ചെയ്യുന്നു, ആഡ് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഫയൽ. അപ്പോൾ ഇതിൻ്റെ ഒരു ക്ലാരിറ്റി, ഇത് അത്യാവശ്യം ക്ലിയർ ഉള്ള ഒരു വീഡിയോ ആണ്. നമ്മുടെ പഴയ ചാനൽ വന്ന പഴയൊരു വീഡിയോ ആണ്. അപ്പോൾ ഇത് അത്യാവശ്യം ക്ലിയർ ഉള്ള ഒരു HD വീഡിയോ ആണ്. 720p ഉള്ള ഒരു ഫുൾ HD അല്ല, ബട്ട് ഒരു HD വീഡിയോ ആണ്. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, ഫുൾ HDയിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. അതിന് നമ്മൾ എന്ത് ചെയ്യാണ്, നമുക്ക് വേണ്ട രീതിയിലുള്ള ഔട്ട്പുട്ട് മീൻസ് നമ്മൾ ആദ്യം സെറ്റ് ചെയ്യാം. ഒറിജിനൽ ഫയൽ സൈസ് ഇപ്പോൾ 1280x720 എന്ന് പറയുന്ന പിക്സലാണ്. ഇവിടെ നമുക്ക് 2x അപ്സ്കെയിൽ, 4x അപ്സ്കെയിൽ എന്ന് പറയുന്ന ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. ജസ്റ്റ് ഞാൻ എന്ത് ചെയ്യണം, ആദ്യം ഫുൾ HDയിലേക്ക് ഇതൊന്ന് കൺവേർട്ട് ചെയ്യാണ്. ഇപ്പോൾ ഇതിൻ്റെ FPS എന്ന് പറഞ്ഞാൽ ഫ്രെയിംസ് പെർ സെക്കൻഡ് എന്ന് പറയുന്നത് 25 FPS ആണ്. ഞാൻ അതൊരു സ്മൂത്ത് മോഷൻ കിട്ടാൻ വേണ്ടി ഒന്ന് 60 FPSലേക്ക് മാറ്റി നോക്കുകയാണ്. എന്നിട്ട് ജസ്റ്റ് ഞാൻ എന്ത് ചെയ്യുന്നു, പ്രിവ്യൂ ചെയ്ത് നോക്കുകയാണ്. ഒരു 1 സെക്കൻഡ് പ്രിവ്യൂ എടുത്ത് നോക്കുകയാണ്. അപ്പോൾ ഇവിടെ പ്രിവ്യൂ താഴെ നമുക്ക് ലിസ്റ്റായി വരും. ഓക്കെ, ഇപ്പോൾ നമ്മുടെ പ്രിവ്യൂ ആയിട്ടുണ്ട്. നമുക്ക് ഏകദേശം അതിൻ്റെ ഒരു ക്ലാരിറ്റി ഡിഫറൻസ് ഇവിടെ മനസ്സിലാക്കാൻ കഴിയും. ഇത് കുറച്ചുകൂടി ഒരു ബ്ലറിയാണ്, അത്ര ഒരു ക്ലാരിറ്റി കുറവുണ്ട്. പക്ഷെ ഇതൊരു HDയിലേക്ക് കൺവേർട്ട് ചെയ്തപ്പോൾ കുറച്ചും കൂടി എന്തായി, ഡീറ്റെയിൽസ് വ്യക്തമാവാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഇപ്പോൾ ഷർട്ടിൻ്റെ ടെക്സ്റ്റേഴ്സും കാര്യങ്ങളായാലും അതൊക്കെ ഒന്നുകൂടി ക്ലിയർ ആയിട്ടുണ്ട്. നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. നമ്മൾ FPS മാറ്റിയത് കൊണ്ടുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഈ കാണുന്ന ഒറിജിനൽ വീഡിയോയേക്കാളും കുറച്ചും കൂടി സ്മൂത്ത് മോഷനിലേക്ക് നമ്മുടെ ഈ ഒരു അപ്സ്കെയിൽ ചെയ്ത വീഡിയോ വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് ഒന്നുകൂടി അപ്സ്കെയിൽ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് 4Kയിൽ എങ്ങനെയുണ്ട് എന്നുള്ളത് പരീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ 4Kയിലേക്ക് നമുക്ക് എന്ത് ചെയ്യാണ്, പ്രിവ്യൂ ഒന്ന് നോക്കാം. ഒരു 2 സെക്കൻഡ് പ്രിവ്യൂ ഒന്ന് നമുക്ക് 4Kയിലേക്ക് അപ്സ്കെയിൽ ചെയ്തിട്ട് നോക്കാം. ജസ്റ്റ് പ്രിവ്യൂ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പ്രിവ്യൂ ജനറേറ്റ് ആവും. അപ്പോൾ ഓക്കെ ഗൈസ്, നമ്മുടെ ഔട്ട്പുട്ട് റെഡി ആയിട്ടുണ്ട്. 4Kയിലേക്ക് നമ്മൾ പ്രിവ്യൂ ചെയ്ത ഒരു ഔട്ട്പുട്ട്. ഇത് ടൈം കൺസ്യൂമിംഗ് ആണ്. നിങ്ങളുടെ കമ്പ്യൂട്ടേഴ്സിൻ്റെ പെർഫോമൻസിനനുസരിച്ച് നമുക്ക് ആ ഡിഫറൻസ് ശരിക്കും ആസ്വദിക്കാൻ കഴിയുന്നുണ്ട്. കാരണം ഇതാണ് ഒരു ഫുൾ HDയിലെ ഫയൽ. 4Kയിലേക്ക് നമ്മൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല ഒരു രീതിയിലുള്ളൊരു അപ്സ്കെയിലിംഗ് അവിടെ നടന്നിട്ടുണ്ട്. ഈവൻ നമുക്ക് ഈ ഒരു സൈബർ കഫേ എന്ന് എഴുതിയ ഈ ഒരു എഴുത്തന്നെ നമുക്ക് നോക്കാം ഡിഫറൻസ്. അതുപോലെ കുറച്ചുകൂടി ഡീറ്റെയിലിംഗ് ആയിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ കാണുന്ന ബാക്ക്ഗ്രൗണ്ടിലുള്ള ഈ ഒരു ചെറിയ മിക്കി മൗസിൻ്റെ ഒരു ഡോള്, ഇവിടെ ഉള്ള ഒരു ഇതിനേക്കാളും കൂടുതൽ ക്ലാരിറ്റി, ഷാർപ്നെസ് ഈ ഒരു ഫോക്കസ്ഡ് ആയിട്ടുള്ള ഏരിയയിൽ നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു ഷൂവിൻ്റെ ഒരു ഏരിയ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും. പിന്നെ മറ്റ് കുറച്ചുകൂടി ഫീച്ചേഴ്സ് ഇതിൽ അവൈലബിൾ ആണ്. സ്റ്റെബിലൈസേഷൻ, അതുപോലെ തന്നെ മോഷൻ ഡീബ്ലർ പോലെയുള്ള കുറച്ചുകൂടി ഫീച്ചേഴ്സ് അഡീഷണലായിട്ട് ഇതിൽ അവൈലബിൾ ആണ്. ഇങ്ങനെയൊക്കെ നമുക്ക് റെഡി ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ഈ ഫയൽ മൊത്തമായിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് എക്സ്പോർട്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഫയൽ നമുക്ക് പൂർണ്ണമായിട്ടും ഔട്ട്പുട്ടായിട്ട് എടുക്കാൻ കഴിയും.